മനസ്സിലാക്കി മര്യാദയ്ക്ക് പോയാൽ ദൈവം നമ്മളെ മാനിക്കും. കാരണം എല്ലാവരെയും ദൈവം എന്ത് ചെയ്തു? മാനിച്ചു. എല്ലാവരെയും ദൈവം മാനിച്ചു. എൻ്റെ കൂടെ വരുമ്പോൾ നമ്മുടെ പാസ്റ്റർക്ക് 90 ദിനാർ ശമ്പളമേ ഉള്ളൂ. ഡേവിഡിന് എൻ്റെ കൂടെ വരുമ്പോൾ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല, അദ്ദേഹം വിവാഹിതനല്ല. അത് കഴിഞ്ഞ് ചില വർഷം കൂടെ കഴിഞ്ഞാണ് അദ്ദേഹം വിവാഹം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഈ 90 ദിനാർ ശമ്പളം ഉള്ളപ്പോഴാണ് അദ്ദേഹം ഭാര്യ ഇവിടെ കൊണ്ടുവന്നത്. ആ വനാമൽ ഒരു ഇടുങ്ങിയ റൂം എടുത്ത് ഞാൻ അദ്ദേഹത്തെ ഒത്തിരി സഹായിക്കുകയൊക്കെ ചെയ്തു. അന്നത്തെ കാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ആമേ. ഇപ്പൊ കർത്താവ് മാനിച്ച് ഇപ്പൊ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 10-400 ദിനാർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു, ഓവർ ടൈം ഉൾപ്പെടെ. നമ്മളതൊന്നും തിരക്കാറില്ല, കാരണം അതൊന്നും പാർഷക്ക് തിരക്കാൻ പാടില്ല. ഈ ആൾക്കാരുടെ ശമ്പളവും പൈസയും ചോദിക്കരുത്. ഇത് രണ്ടും ചോദിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് പൈസേ ചോദിക്കരുത്. പൈസ ഒരിക്കലും അവരോട് ചോദിച്ചേക്കരുത്. ചോദിച്ചു പോയാ ആളുകളോട് സാലറി ചോദിക്കരുത്. ഒരുത്തരുതേര് പറയില്ല. എത്ര കിട്ടിയാലും ഇല്ലില്ലെന്ന് എല്ലാവരും പറയത്തുള്ളൂ. അപ്പോൾ പുള്ളിക്കാരത്തിക്കും 100 ദിനാർ 300 ദിനാർ കാണും സാലറിയും. പിന്നെ നല്ലൊരു ഫ്ലാറ്റ് വളരെ ലാഭത്തിൽ ദൈവം കൊടുത്തു. കരണ്ടിയാർക്ക് ഉൾപ്പെടെ 150 ദിനാർ എൻ്റെ ഉള്ളു. അപ്പൊ ദൈവം ഇത്രയും അനുഗ്രഹങ്ങൾ കൊടുത്തു. ഇനി മര്യാദയ്ക്ക് പോകേണ്ടത് അവരുടെ ചുമതലയാണ്. ഇത്രയും ദൈവം ചെയ്തു. ഇപ്പൊ അവരാണ്ട് മര്യാദകൾ കാണിച്ചെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഓരോരുത്തരും ഒരു ഉദാഹരണം ഓരോരുത്തരെ എടുത്ത് കാണിക്കുക ഞാൻ. അപ്പൊ ഇനി ദൈവം ചെയ്ത അതുപോലെ തന്നെ ഒരു 10 പൈസ മുടക്കാതെ വലിയ ഞെരുക്കം ബുദ്ധിമുട്ടും ഒന്നും അനുഭവിക്കാതെ നമ്മളൊരു പാർശ്വ പദവിയും കൊടുത്തു. IPCയിലൊക്കെയാണ് 10-15 വർഷം ഒരു പാർഷയുടെ പുറകെ നടന്ന് അദ്ദേഹത്തിന്റെ ബാഗും ചുമന്ന് അതിന്റെ സെൻട്രൽ പാർഷയും കണ്ട് അവരെയും പിടിച്ച് ഇവരെയും കാല് പിടിച്ചാലും ഉപദേശിമാരാക്കത്തില്ല. ഇപ്പോഴും നാട്ടിലൊക്കെ നല്ല വിദ്യാഭ്യാസവും ഹൈസ്കൂളിൽ പഠിത്തമുള്ള പിള്ളേർ ഇപ്പോഴും ചുമ്മാ കുത്തിയിരിക്കുക, കൊടുക്കുകയല്ല അവര്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു? അതുപോലെ ഓരോരുത്തരോടും ഞാൻ പറയുകയാണ്, എല്ലാവർക്കും ജോലി, എല്ലാവർക്കും എന്ത് ചെയ്തു? താമസ സൗകര്യങ്ങള്, കുഞ്ഞുങ്ങള് ഒക്കെ ജീവിക്കാനുള്ള ഭാഗ്യം ഇവിടെ തന്നു. അതുകൊണ്ട് ഇനി നമ്മൾ ഈ ദൈവത്തെ മറന്ന് മുമ്പോട്ട് പോയാൽ അടി കിട്ടുമെന്നുള്ളത് 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. സ്തോത്രം. നമ്മളത് ഓർത്തോണം. ദൈവം നമ്മളെ ഇപ്പൊ കൊണ്ട് എത്തിച്ച സ്റ്റേജും നടത്തിയതും എല്ലാം നമ്മളെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചാൽ ഇനിയും ദൈവം നമ്മളെ മാനിക്കും. ഓക്കെ. അപ്പൊ ഇനി ഞാൻ ചില കാര്യം കൂടെ പറഞ്ഞു വരികയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻപിലെ തുറക്കാത്ത വഴികൾ, എല്ലാവരും പരാതി പറയും, എനിക്ക് എന്ത് ചെയ്യുന്നില്ല, ദൈവം വഴികൾ തുറക്കുന്നില്ല. ഞാൻ പറയുന്ന വചനം നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് മനസ്സാണോ? നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? ചെയ്യുമെങ്കിൽ ഏതു വഴിയും നിങ്ങളുടെ മുമ്പിൽ തുറക്കും. ഏതാ നമ്മളെപ്പോഴും പറയുന്ന വാക്യം? ലൂക്കോസ് 11:5. വായിക്കൊന്നും വേണ്ട, കാരണം നമ്മുടെ ഈ മെസ്സേജ് ഒന്നും അതല്ല. ഇങ്ങോട്ട് നോക്കിയോ, ഞാൻ പറഞ്ഞോളാം. ഒരു മനുഷ്യൻ അർദ്ധരാത്രിയിൽ ഒരാളുടെ വീട്ടിൽ വന്നു. അയാൾ എന്ത് ചെയ്തു? സ്നേഹിതന്റെ വീട്ടിൽ അപ്പം മേടിക്കാൻ പോയി. ആമേ. എന്നിട്ട് സ്നേഹിതന്റെ വാതുക്കൽ മുട്ടി. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്? തരത്തില്ല. പിന്നെ പറഞ്ഞു എഴുന്നേക്കാൻ പറ്റില്ല. പിന്നെ പറഞ്ഞു കുഞ്ഞുങ്ങൾ കൂടെ കിടക്കുന്നു. പിന്നെ പറഞ്ഞു സ്നേഹിതനാകൊണ്ട് തരത്തില്ല. തീർത്തും പറഞ്ഞു തരത്തില്ല. ആ വാതുക്കൽ നിന്ന് പുള്ളി പോയില്ല. പുള്ളി അവിടെ നിന്ന് ഇങ്ങനെ മുട്ടുക. ആമേ. കേട്ടോ, ഇങ്ങനെ മുട്ടുക. ഏറ്റവും ഒടുവിൽ ആ കതക് തുറന്നു. ആ കതക് തുറന്നതിന്റെ കാരണം ആ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആ വാക്യം മാത്രം വായിക്കാവോ? 11:5 തൊട്ട് കിട്ടി. മുട്ടിയത് കൊണ്ടെന്നല്ല എഴുതിയേക്കുന്ന, മുട്ടിക്ക നിമിത്തം. അടി വരെ ഇട്ട് കണ്ടോ. അപ്പം ഈ അകത്ത് കിടക്കുന്ന ആളിന് നമ്മുടെ മലയാള ഭാഷയിൽ ഇങ്ങനെ പൊറുതി മുട്ടുക എന്ന് പറയും. കാരണം പുള്ളിക്ക് കിടക്കാനും മേലെ ഇരിക്കാനും മേലാത്ത ഒരു സ്റ്റേജിലെത്തി. കാരണം ഇവന്റെ ഈ മുട്ടു കാരണം പുള്ളിക്ക് അതിനകത്തൊന്ന് സ്വസ്ഥതയോടെ ഇരിക്കാനായിട്ട് പറ്റുന്നില്ല. ഇവനങ്ങ് മുട്ടുക. മുട്ടി മറ്റേ പുള്ളി അകത്ത് കിടന്ന് അങ്ങ് വിഷമിക്കുകയാണ്. എൻ്റെ മുട്ടിക്ക നിമിത്തം. തുറക്കത്തില്ലെന്ന് പറഞ്ഞ കഥകെ തുറന്നു.
തുറക്കത്തില്ലെന്ന് പറഞ്ഞത് ഇങ്ങനെയാ തുറക്കുന്നത്. ഇത്രയും ഭാഗം മനസ്സിലായോ? ഇനി അതിന്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ അതനുസരിക്കുമോ, ഏറ്റെടുക്കുമോ? മുട്ടിക്ക നിമിത്തമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അദ്ദേഹം ആദ്യം മുട്ടിയപ്പോൾ അകത്ത് കിടക്കുന്ന പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. രണ്ടാമത് മുട്ടുമ്പോഴും അകത്ത് കിടക്കുന്ന പുള്ളിക്ക് പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ മുന്നോട്ട് വന്ന് ഒടുവിൽ വന്നപ്പോൾ അകത്ത് കിടക്കുന്ന ആളിന് പ്രശ്നമായി. എന്താ കാര്യം എന്നറിയോ? ഇയാള് മുട്ടിയത് കൊണ്ടല്ല, അയാളുടെ മുട്ടിന്റെ ശക്തി കൂട്ടി. അതിന്റെ വലിപ്പം പറ്റുമോ? നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ ആരാധനയുടെയും വലുപ്പവും ശക്തിയും കൂട്ടാൻ പറ്റുമോ? പലരെയും ഞാൻ നോക്കിയിട്ട് കഴിഞ്ഞ നാളിനേക്കാൾ ശക്തി കുറഞ്ഞതായിട്ടാണ് ഞാൻ കാണുന്നത്. സ്വതന്ത്രം കഴിഞ്ഞ നാളിനേക്കാൾ നമ്മുടെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും വലുപ്പം കുറഞ്ഞു. എന്നോട് പരാതി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളുടെ ആരാധനയുടെയും പ്രാർത്ഥനയുടെയും വലുപ്പവും ശക്തിയും കൂട്ടിയെങ്കിലേ ഇങ്ങനെയുള്ള കതക് തുറന്ന് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കതക് തുറക്കത്തില്ല. നിങ്ങൾ സാധാരണ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്ന വർഷങ്ങളോളം മുട്ടിക്കൊണ്ടിരിക്കാം. അകത്ത് കിടക്കുന്ന ആളിന് കിടക്കാൻ മേലാത്ത നിലയില് ഇദ്ദേഹം ശക്തി കൂട്ടി. ആദ്യം ഇദ്ദേഹം എന്ത് ചെയ്തില്ല? ഇദ്ദേഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മിനിമത്തിലായിരുന്നു. ഒടുവിൽ വന്നപ്പോ ഇദ്ദേഹത്തിന് ആ മിനിമം ഒക്കെ അങ്ങ് മാറി. ഇദ്ദേഹം വലിച്ച് കറങ്ങിട്ട് അടിക്കാൻ തുടങ്ങിയപ്പോ അകത്ത് കിടക്കുന്ന പുള്ളിക്ക് നിക്കപ്പുറതിയില്ല. അതുകൊണ്ട് ദൈവവൈതലേ, നീ ആരാധനയുടെ ശക്തി കൂട്ടാത്തത്രയും കാലം, പ്രാർത്ഥനയുടെയും ശക്തി കൂട്ടാത്തത്രയും കാലം, ഇതിന്റെ വലുപ്പം വലുതാകാത്തത്രയും കാലം വഴി തുറക്കത്തില്ല. എന്നെ ഇട്ട് ബുദ്ധിമുട്ടിക്കരുത്. പാഷ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ഞാൻ പ്രാർത്ഥിച്ച തുറക്കുമെന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നെ, നിങ്ങളെന്നെ വിളിക്കേണ്ട കാര്യമില്ല. ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞാൻ നിങ്ങളുടെ റൂമിൽ വന്ന് പ്രാർത്ഥിച്ച് തുറന്നേച്ച് പോകുന്നേനെ, എനിക്കൊന്നും തരണ്ട. പക്ഷെ തുറക്കത്തില്ല. കാര്യം ഇതിന്റെ ശക്തി കൂടണം. തീരുമാനിച്ചോ? ഇന്ന് ആരാധനയുടെ ശക്തി കൂടുവോ? കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ നിങ്ങളെ ആരാധനയുടെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഓരോരുത്തർക്ക് ഉള്ള കൃപയും പോയി, ഉള്ള നിറവും പോയിട്ട് പിന്നെ അങ്ങനെ വഴി തുറക്കുന്നത്. ഈ വചനത്തിന് വിരുദ്ധമായി നമുക്ക് വല്ല കാര്യവും പറയാൻ ഒക്കുവോ? സ്തോത്രം പറഞ്ഞ്. അപ്പൊ ഇങ്ങനെയാണ് ഇവിടെ വഴി തുറന്നത്. അദ്ദേഹം മുട്ടിക്ക നിമിത്തം, മുട്ടുകല്ല മുട്ടിക്ക. കാര്യം എന്താ? ശക്തി കൂടിയ പകത്ത് കിടക്കുന്ന ആളിനെ ഇരിക്കാൻ മേലാതായി. ഇതിന്റെ വലിപ്പം അങ്ങ് കൂടുകയാ. നിങ്ങൾ നോക്കിക്കേ, ചെറിയൊരു ശബ്ദമാണ് നമുക്ക് അത്രയില്ല, ഒരു മീഡിയം ശബ്ദമാണ് അങ്ങനെ ഇല്ല. ശബ്ദത്തിന്റെ വലിപ്പം കൂടിയാൽ നമുക്ക് ബുദ്ധിമുട്ടാ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എങ്ങനെ ഇറക്കി പോകാനാ നമ്മൾ നോക്കുന്നത്. നമുക്ക് പോലും അത് പിടിച്ചു നിൽക്കാൻ ശക്തി കൂടട്ടെ കേട്ടോ. ഓക്കെ, അതാ സ്തോത്രം. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. സ്തോത്രം. പ്രാർത്ഥന കച്ചവടമല്ല എന്ന് ഞാൻ പറഞ്ഞു. ചിലർ പ്രാർത്ഥന ബിസിനസ്സാ, കച്ചവടമല്ല. അതിന്റെ തെളിവാണ് ഈ മനുഷ്യൻ 3 അപ്പം ചോദിച്ചു. ഇദ്ദേഹം എന്താ 10 എണ്ണം ചോദിക്കാഞ്ഞ്? നിങ്ങൾ പറ. ഇദ്ദേഹം എന്താ 2 എണ്ണം ചോദിക്കാഞ്ഞ്? എന്തുകൊണ്ട് ഇദ്ദേഹം 10 അപ്പം ചോദിച്ചില്ല? എന്തുകൊണ്ട് ഇദ്ദേഹം 2 എണ്ണം ചോദിച്ചില്ല? ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്ന മനുഷ്യന് 10 എണ്ണം തിന്നത്തില്ല. അദ്ദേഹത്തിന് 2 എണ്ണം കഴിച്ചാൽ വയറ് നിറയത്തില്ല. അദ്ദേഹത്തിന് 3 എണ്ണം കഴിച്ചാലേ വയറ് നിറയത്തുള്ളൂ. അതുകൊണ്ടാണ് 3 ചോദിച്ചത്. അതുകൊണ്ടാ 10 ചോദിക്കാൻ. അതിന്റെ അർത്ഥം മനസ്സിലായോ? കറക്റ്റ് കാര്യം. 3 അപ്പവും അദ്ദേഹം ചിലരങ്ങനെയല്ല, കറക്റ്റ് കാര്യമല്ല. പ്രാർത്ഥിക്കാൻ ആളെ കിട്ടിയാൽ പിന്നെ ലിസ്റ്റ് കൊടുത്തേക്കുവാ. ഒരു വലിയ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിനകത്തോട്ട് ഒരു 10-20 വിഷയം എടുത്ത് ഇതാ പിടിച്ചോ. ഇതാ മലയാള ഭാഷ പറയാം, അത് നമ്മുടെ പോക്കറ്റിൽ ഇരിക്കട്ടെ. ഈ മേളിത്തെ പുള്ളി ഇതൊന്നും കറക്റ്റേ ചോദിക്കാവുള്ളൂ. വന്ന മനുഷ്യന് 3 അപ്പം മതി. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്നത്, സ്നേഹിതാ എനിക്ക് 3 അപ്പം തരണം. എല്ലാരും കറക്റ്റാണോ ചോദിക്കുന്നത്? കറക്റ്റ് കാര്യമൊന്നുമല്ല ചോദിക്കുന്നത്. അവര് എവിടെ പോയി? കാനഡയിൽ പോയി. എനിക്കും പോണം. കുറേ ഭാഷ വിഷയം കൊടുത്തേക്കുക. എല്ലാവരും വിഷയം കൊടുത്തേക്കുക കേട്ടോ. എനിക്കും കാനഡയ്ക്ക്, മറ്റൊരു സ്വിറ്റ്സർലൻഡിൽ ഇപ്പൊ എനിക്കും പോണം. കുഞ്ഞെ, നിനക്ക് അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നീ പ്രാർത്ഥിരേ. കറക്റ്റ് ആണെങ്കിൽ പ്രാർത്ഥിരേ. കറക്റ്റ് അല്ലാത്ത കാര്യം പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതാണ് പ്രാർത്ഥനയുടെ പ്രത്യേകത. 3 അപ്പം, വേറെ ഒന്നും ചോദിച്ചില്ല. അതുകൊണ്ട് ദൈവമക്കളെ, നിങ്ങളുടെ കറക്റ്റ് ആവശ്യം, വീടില്ലെങ്കിൽ താമസിക്കാൻ ഒരു വീട്, അല്ലാതെ 4 നില ചോദിക്കരുത്.
പ്രാർത്ഥിക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ് ഭാഷ ഒരു ആളില്ലാത്തോണ്ട് ഞാൻ പറയാം, ഇല്ല ഞാൻ പറയല്ലായിരുന്നു. ആരാ നമ്മുടെ ജോസച്ചാനെ ഏതോ ഒരു പാകിസ്ഥാനിയുടെ കയ്യില് ഈ തമിഴ് ഇത് കടിക്കുന്നുണ്ട് ജാക്യാമർ ഇരിക്കുക. വളരെ ആ പാകിസ്ഥാനി എവിടുന്നോ മേടിച്ചതാ, ഇവിടെ വന്ന് എന്നോട് പറഞ്ഞു ഭാഷ അത് എനിക്ക് കിട്ടണം, എന്നിട്ട് ഞാനത് മറിച്ച് വിൽക്കും, എന്നിട്ട് ദശാംശം കൊണ്ട് ഭാഷക്ക് തരാം, ഭാഷ ഇതൊന്ന് പ്രാർത്ഥിക്കാൻ പറയും. പാകിസ്ഥാനിയുടെ കയ്യിലിരിക്കുന്ന ആക്കിയാമർ ഞാൻ പ്രാർത്ഥിച്ച് മേടിച്ച് ഈ പുള്ളിക്ക് കൊടുക്കുമ്പോൾ ഈ പുള്ളി 2 ഇരട്ടി ലാഭത്തിന് വിറ്റിട്ട് ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ ആളുണ്ടെന്ന് പറഞ്ഞ് ഇത്രയും പണിയൊന്നും ഇറക്കരുത്. വല്ലവരും ആ പാകിസ്ഥാനി പാവം പിടിച്ചോണ്ട് ഇവിടെ നിന്ന് മേടിച്ചോണ്ട് വന്നു അവന്റെ കയ്യിൽ നിന്ന് സൂത്രത്തിൽ ഈ പുള്ളിക്ക് അടിച്ചെടുക്കണം. പ്രാർത്ഥിക്കുക, എന്നോട് പറയാ ഭാഷ പ്രാർത്ഥിച്ച് എങ്ങനെയും അത് എനിക്ക് ആമേ. അങ്ങനെ നമ്മൾ പറയരുത്. നമുക്ക് നമ്മുടെ ആവശ്യം, ആഹാരമില്ലേ, ആഹാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. വസ്ത്രമില്ലേ, കറക്റ്റ് ആവശ്യം പ്രാർത്ഥിക്കുക. കണ്ടല്ലോ 3 അപ്പം എല്ലാം ചോദിച്ചോളോ, വാക്യത്തിൽ എഴുതിയിട്ടില്ലേ? എന്തുകൊണ്ട് അദ്ദേഹം 10 ചോദിച്ചില്ല? കാരണം അദ്ദേഹത്തിന് 10 ആവശ്യമില്ലല്ലോ. വീട്ടിൽ വന്ന ഉള്ളി 10 കഴിക്കത്തില്ല. അതുകൊണ്ട് നമ്മളും എന്ത് ചെയ്യുക, നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആവശ്യത്തിനപ്പുറത്ത് ഒരു കച്ചവടം പോലെ നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, മടങ്ങി വരിക കേട്ടോ. ഞാൻ 1-2 കാര്യം കൂടെയൊക്കെ പറഞ്ഞിട്ട് ഇന്നത്തെ ചിന്തയിലോട്ട് വരുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ ദൈവാനുഗ്രഹം നമുക്ക് വരുന്നത് അത് എവിടെയാ നമ്മൾ പറഞ്ഞത്? ഷാജിയിൽ എവിടെ വെച്ച് പറഞ്ഞ ഓർമ്മയുണ്ടോ? യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു അല്ലേ? 2 ശമൂവേൽ 7 8 തുടങ്ങി ഉള്ള വാക്യങ്ങളിൽ യാക്കോബിനെ ഈ ദാവീദിനെ ദൈവം അങ്ങ് അനുഗ്രഹിക്കുക. ആ അനുഗ്രഹം ഇങ്ങോട്ട് വന്നിട്ട് കണക്കില്ലാതെ അങ്ങ് അനുഗ്രഹിക്കുക ദാവീദിനെ. 8 തുടങ്ങി കണ്ടോ? ആകയാൽ നീ എന്റെ ദാസനായ ദാവീദിനോട് പറയേണ്ടത് എന്തെന്നാൽ, സൈന്യങ്ങൾ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമായ ഇസ്രായേലിന്മേൽ പ്രഭുവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ പുൽപ്പുറത്ത് നിന്ന് ആടുകളെ നോക്കി നടക്കുമ്പോൾ തന്നെ എടുത്തു. നീ സഞ്ചരിച്ചു വന്ന എല്ലായിടത്തും ഞാൻ നിന്നോട് കൂടിയിരുന്ന് നിന്റെ സകല ശത്രുക്കളെയും നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ചു കളഞ്ഞിരിക്കുന്നു. ഭൂമിയിലുള്ള മഹാന്മാരുടെ പേർ പോലെ ഞാൻ നിന്റെ പേർ വലുതാക്കും. കണ്ടോ? നിന്റെ പേര് ഞാൻ വലുതാക്കും. പിന്നെ അടുത്തത്, ഞാൻ എന്റെ ജനമായ ഇസ്രായേലിന് ഒരു സ്ഥലം കൽപ്പിച്ചു കൊടുക്കുകയും അവർ സ്വന്തം സ്ഥലത്ത് പാർത്ത് അവിടെ നിന്ന് ഇളകാതിരിക്കത്തക്കവണ്ണം അവരെ നടുകയും ചെയ്യും. പണ്ടത്തെ പോലെയും എന്റെ ജനമായ ഇസ്രായേലിന് ഞാൻ ന്യായാധിപന്മാരെ കൽപ്പിച്ചാക്കിയ കാലത്തെ പോലെയും ഇനി ദുഷ്ടന്മാർ അവരെ പീഡിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ സകല ശത്രുക്കളെയും അടക്കി നിനക്ക് സ്വസ്ഥത നൽകും. അത്രയുമല്ല, യഹോവ നിനക്കൊരു ഗൃഹം ഉണ്ടാക്കും എന്ന് യഹോവ നിന്നോട് അറിയിക്കുന്നു. നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവാനിരിക്കുന്ന സന്തതിയെ നിന്റെ ആയുഷ്കാലം തികഞ്ഞിട്ട് നിന്റെ പിതാക്കന്മാരോട് കൂടെ നീ നിദ്ര കൊള്ളുമ്പോൾ ഞാൻ നിനക്ക് പിന്തുടർച്ചയായി സ്ഥിരപ്പെടുത്തുകയും അവന്റെ രാജ്യത്തെ ഉറപ്പാക്കുകയും ചെയ്യും. അവൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയും. അനുഗ്രഹം കണ്ടോ? നിങ്ങൾ വീട്ടിൽ പോയിട്ട് വായിച്ചോണം കേട്ടോ. നിന്റെ പേര് ഞാൻ വലുതാക്കും, മാത്രമല്ല നിനക്ക് ഞാൻ ഒരു ഗ്രഹം പണിയും. പിന്നെ പറയാണ്, നീ മരിച്ചു കഴിയുമ്പോൾ നിന്റെ മക്കളെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ മകന് ഞാൻ ഈ സിംഹാസനം കൊടുക്കും, അവനെ ഞാൻ അനുഗ്രഹിക്കും. പിന്നെ അടുത്ത വായിക്കണ്ട, അടുത്ത താവട്ട് പറഞ്ഞറിയോ? ശൗലിന്റെ വീട്ടിൽ നിന്ന് എന്റെ സാന്നിധ്യം തിരിച്ചെടുത്ത പോലെ നിന്റെ വീട്ടിൽ നിന്ന് ഒരിക്കലും എടുക്കത്തില്ല എന്ന് പറഞ്ഞു. നീ മരിച്ചു മൺമറഞ്ഞാലും നിന്റെ വീട്ടിൽ എപ്പോഴും എൻ്റെ സാന്നിധ്യം കാണും. അങ്ങനെ ഒരു 10-15 അനുഗ്രഹം ദാവീദിന് ദൈവം. അവസാനം ദാവീദ് തന്നെ പറയുന്നുണ്ട് മുന്നോട്ട് വരുമ്പോൾ, ഇത്രത്തോളം എന്നെ അനുഗ്രഹിക്കാൻ ഞാൻ എന്തുണ്ട്? ദാവീദ് ചോദിക്കാൻ, ഞാൻ ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ വലിയൊരു ഭക്തനൊന്നുമല്ല, ഞാൻ വലിയൊരു ദൈവകൃപയും ഒക്കെ ഉള്ളൊരു വലിയ അഭിഷിക്തനൊന്നുമല്ല, എന്നിട്ടും ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഓക്കെ, അനുഗ്രഹം വേണം നിങ്ങൾക്ക്. സ്തോത്രം. ഇനിയും ഈ അനുഗ്രഹത്തിന്റെ കാരണം നമുക്ക് നോക്കാം. ദാവീദിനെ എന്തുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചു? 7-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത കൊടുത്തു. ഓക്കെ, അത്ര കണ്ടല്ലോ അല്ലേ?
ഇനി നിങ്ങൾ പിന്നെ സമയം കിട്ടുമ്പോൾ വീട്ടിൽ പോയിട്ട് അതിൻ്റെ പുറകിലത്തെ അധ്യായം വായിക്കണം കേട്ടോ. അധ്യായം വായിക്കുമ്പോൾ ഞാൻ ദാവീദിനെ കുറിച്ചുള്ള ദാവീദിന്റെ കാഴ്ചപ്പാട്, ദർശനം ആമ പറഞ്ഞു. നിങ്ങൾക്ക് അതുണ്ടോ? ഉണ്ടെങ്കിൽ നല്ലത്, അനുഗ്രഹിക്കപ്പെടും. ദാവീദിന് ഒരു വലിയ കാഴ്ചപ്പാടുണ്ടായിരുന്നു, വലിയൊരു ദർശനം ഉണ്ടായിരുന്നു. ദാവീദിനെ രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്തപ്പോൾ ദാവീദിന്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്നറിയോ? ദൈവം എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത് എന്തിനാ? യഹോവയുടെ പെട്ടകം മടക്കിക്കൊണ്ടുവരാനാണ്. യഹോവയുടെ പെട്ടകം ഇവരുടെ നടുവിൽ നിന്ന് പോയിട്ട് 100 വർഷത്തോടടുത്തു. എന്നാ പോയത്? പറഞ്ഞേ ഷീബ. ആ, ചെവിക്ക് പിടിച്ച് തിരുമ്പ് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പ്രായമൊന്നും നോക്കത്തില്ല കേട്ടോ. അല്ലേ? ഒരു 100 വട്ടം പ്രസംഗിച്ചിട്ടില്ല നമ്മൾ. ഏലി പുരോഹിതന്റെ കാലത്ത് പെട്ടകം പിടിക്കപ്പെട്ടു നമ്മൾ പ്രസംഗിച്ചിട്ടില്ലേ? ഇനി അതൊക്കെ ഓർത്തിരിക്കണം. അപ്പൊ ഇതെന്താ ഈ പ്രസംഗം കേൾക്കുന്നത്? ഇതിലെ കേട്ടിട്ട് ഇതിലെ പോവാണ്, ചൂട് പോവാണോ? എൻ്റെ ദൈവമേ, ഞാൻ രാത്രി ഇവിടെ ഉറക്കളച്ചിരുന്ന് ഇതെല്ലാം പഠിച്ച് വെളുപ്പിനെ പറയാം. ഇതിലെ ഇറങ്ങിപ്പോ അല്ലേ? ഏലി പുരോഹിതന്റെ കാലത്ത് പെട്ടകം പോയി കേട്ടോ, മറക്കരുതേ. ഇനി എന്റെ കണക്ക് പറയാൻ പോവാ. ബാലയഹൂദയിൽ 20 വർഷം പെട്ടകം വരുന്നു. പിന്നെ ശൗല് 40 വർഷം ഭരിച്ചു. 40 20 എത്രയായി? 60. പിന്നെ ചില വർഷം കൂടെ കഴിഞ്ഞ് ദാവീദ് വന്നത്. അപ്പൊ 100 വർഷത്തോടടുത്തായിട്ട് അവരുടെ ഇടയില് ആത്മീക മണ്ഡലം തകർന്നു കിടന്നു. ഈ പെട്ടകം അവരുടെ ഇല്ലായിരുന്നു. അവിടെ പെട്ടകത്തിന്റെ മുൻപിലുള്ള യാഗമില്ലായിരുന്നു. പെട്ടകത്തിന്റെ മുൻപിലുള്ള പാട്ടുകളും ആരാധനകളും ഏതാണ്ട് ഒരു 10-90 വർഷമായിട്ട് അത് മുടങ്ങിക്കിടന്നു. ദാവീദ് രാജാവായിട്ട് വന്നപ്പോൾ ദാവീദ് അത് മടക്കിക്കൊണ്ടുവന്നു. ലേലിയ പറഞ്ഞേ, ശൗല് 40 വർഷം ഭരിച്ചിട്ടും എന്ത് ചെയ്തില്ല? ഈ പെട്ടകം മടക്കിക്കൊണ്ടേ വന്നില്ല. ദാവീദ് അങ്ങനെയല്ല. ദാവീദിന് ഭരണം കിട്ടിയപ്പോൾ, രാജാവായപ്പോൾ ദാവീദ് വീരന്മാരെയൊക്കെ കൂട്ടി ഒത്തിരി പൈസയൊക്കെ ചെലവഴിച്ച് പെട്ടകം മടക്കി കൊണ്ടുവരാൻ ദാവീദ് കടന്നുപോയി. സ്തോത്രം. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ദൈവ സാന്നിധ്യത്തെ, അകന്നുപോയ ദൈവ സാന്നിധ്യത്തെ, ആ പെട്ടകത്തിന്റെ മുൻപിലുള്ള യാഗത്തെ, അതിൻ്റെ ശുശ്രൂഷകളെ, അതിൻ്റെ ക്രമീകരണങ്ങളെ എല്ലാം ഈ മനുഷ്യൻ വീണ്ടും കൊണ്ടുവന്നു. ഹല്ലേലൂയ പറഞ്ഞേ. അന്നേരമാണ് ദൈവം പറഞ്ഞത്, നിന്റെ പേര് ഞാൻ വലുതാക്കി മാറ്റും. സ്തോത്രം. നിന്റെ പേര് ഞാൻ വലുതാക്കി മാറ്റും. നിനക്ക് വേണ്ടി ഞാനൊരു ഗ്രഹം പണിയും. നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ ഭവനത്തെ ഞാൻ അനുഗ്രഹിക്കും. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അർത്ഥം ഒന്നുകൂടെ ചിന്തിക്കാം. യഹോവയുടെ പെട്ടകം ദാവീദ് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഈ പെട്ടകത്തിന്റെ മുൻപിൽ യാഗം നടത്താൻ വേണ്ടി ദാവീദ് പുരോഹിതന്മാരെ തെരഞ്ഞെടുത്തു. ആ പുരോഹിതന്മാരുടെ പേരാണ് അവിടെ എഴുതിയിരിക്കുന്ന ഹൂറിന്റെ ക്രമപ്രകാരം. ഹൂറെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഓരോ ആഴ്ചയോ ഓരോരുത്തരെ ശുശ്രൂഷ കേൾപ്പിക്കുന്നത് പോലെ ഹൂറെന്ന് പറയുന്ന ഒരു എബ്രായ പദവാ. ആ പദത്തിന്റെ ക്രമപ്രകാരം ഓരോരുത്തരെ ശുശ്രൂഷയ്ക്ക് വെക്കുക. അങ്ങനെ ശുശ്രൂഷയ്ക്ക് 1-ാം കൂറിൽ ഇന്ന ആള്, 2-ാം കൂറിൽ എങ്ങനെ ശുശ്രൂഷയ്ക്ക് ഒരു ക്രമീകരണം കൊണ്ടുവന്ന് അവിടെ എന്ത് ചെയ്തു? പുരോഹിതന്മാരെയൊക്കെ നിയമിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ യാഗത്തിൽ നടക്കുമ്പോൾ അവിടെ ഈ യാഗം അനുഗ്രഹമാകാൻ വേണ്ടി പാട്ടു ശുശ്രൂഷ കൊണ്ടുവന്നു. അതിനെ ആസാഫിന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ട് ഈ ദാവീദ് പാട്ട് എന്ന ഒരു പ്രത്യേക ശുശ്രൂഷ ഈ ആരാധനയ്ക്ക് വേണ്ടി, യാഗത്തിന് വേണ്ടി അവിടെ കൊണ്ടുവന്ന് ഒരു ക്രമീകരണം ഉണ്ടാക്കി. പുരോഹിതന്മാരെ കൊണ്ടുവന്നിട്ട് അവർക്ക് ഒരു ക്രമീകരണം കൊടുത്തു. ഓരോ മാസത്തിൽ ഓരോരുത്തർ വീതം. അങ്ങനെ പെട്ടകം കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് വെച്ചു. ആരാധനയ്ക്ക് ഒരു ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കി, പാട്ട് ശുശ്രൂഷയ്ക്ക് ഒരു ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഒരു ആത്മീക ക്രമീകരണങ്ങളും പിന്നെ ഒരാത്മീകമായി ഒരു മടങ്ങിവരവും ഒക്കെ ദാവീദ് എന്ത് ചെയ്തു? ഇസ്രായേലിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഇങ്ങനെയാ അനുഗ്രഹം വരുന്നത്. എങ്ങനെ? ഒന്നാമത് ഒരു ആത്മീക ക്രമീകരണം,
കഴിഞ്ഞ നാളിൽ നഷ്ടപ്പെട്ടു പോയ പെട്ടകം ഇവിടെ തിരികെ കൊണ്ടുവന്നു. അതിനുശേഷം അതിനൊരു പ്രത്യേക സ്ഥലമുണ്ടാക്കി, ആ സ്ഥലത്ത് അത് വെച്ചു. അതിനുശേഷം അതിൻ്റെ മുമ്പിൽ ശുശ്രൂഷിക്കാൻ ആൾക്കാരെ നിയമിച്ചു. അതിനുശേഷം അതിൻ്റെ മുമ്പിൽ പാട്ട് ശുശ്രൂഷയ്ക്ക് ആൾക്കാരെ നിയമിച്ചു. ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആത്മീക ക്രമീകരണം കൊണ്ടുവന്നിട്ടുണ്ടോ? ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ശുശ്രൂഷയ്ക്കും ഒക്കെ ഒരാത്മീക ക്രമീകരണം കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? ഒരാത്മീക ക്രമീകരണം കൊണ്ടുവന്ന് ആത്മീക കുറവുകളൊക്കെ തീർത്തിട്ടുണ്ടോ? ഉണ്ടോ? ഇപ്പൊ കുറവ് തീർന്നില്ലേ? പെട്ടകം മടക്കി കൊണ്ടുപോകുമ്പോൾ പെട്ടകമില്ലാത്ത കുറവ് തീർന്നില്ലേ? പെട്ടകം മടക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ മുമ്പിൽ യാഗം നടത്തി. അങ്ങനെ ആ യാഗത്തിന്റെ കുറവ് തീർന്നില്ലേ? സ്തോത്രം പറഞ്ഞ് അതിന്റെ മുമ്പിൽ നടത്തേണ്ട ശുശ്രൂഷകളൊക്കെ നടത്തി. ആ കുറവ് ദാവീദ് തീർത്തില്ലേ? സ്തോത്രം പറ. അതിന്റെ മുമ്പിൽ പാട്ടുകാരും ശുശ്രൂഷക്കാരെയൊക്കെ വെച്ചില്ലേ? അങ്ങനെ ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ആത്മീക കുറവുകളെല്ലാം തീർത്തോ? തീർത്തോ? സ്തോത്രം പറ. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന എത്ര നാളായി മുടങ്ങിക്കിടക്കുന്നു? ഉപവാസം എത്ര നാളായി മുടങ്ങിക്കിടക്കുന്നു? തീരുമാനങ്ങൾ എത്ര നാളായി മുടങ്ങിക്കിടക്കുന്നു? അനേക ദൈവിക ആലോചനകൾ എത്ര നാളായി മുടങ്ങിക്കിടക്കുന്നു? അങ്ങനെ മുടങ്ങിപ്പോയതും നിന്നുപോയതും ഇല്ലാതെ പോയതും എല്ലാം മടക്കിക്കൊണ്ട് വന്ന് അതിനൊരു ക്രമമൊക്കെ ഉണ്ടാക്കി ആത്മിക കുറവാതി തീർക്കുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. അങ്ങനെ ദാവീദ് 100 വർഷമായി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ കുറവായിരുന്നു പെട്ടകമില്ലാത്ത ആരാധന. ദാവീദ് അത് മടക്കിക്കൊണ്ടുവന്നു. അതിന്റെ മുമ്പിലെ ശുശ്രൂഷ ദാവീദ് ആരംഭിച്ചു. അതിന്റെ മുമ്പിലെ പാട്ട് ശുശ്രൂഷ തുടങ്ങി. അങ്ങനെ മുടങ്ങിക്കിടന്ന പാട്ട് ശുശ്രൂഷ മടങ്ങി വന്നു. മുടങ്ങിക്കിടന്ന വചന ശുശ്രൂഷ മടങ്ങി വന്നു. മുടങ്ങിക്കിടന്ന യാഗങ്ങളൊക്കെ മടങ്ങി വന്നു. അതിന്റെ മുമ്പിലെ ശുശ്രൂഷയ്ക്ക് ദാവീദ് ക്രമം ഉണ്ടാക്കി വെച്ചു. ഓരോ ക്രമപ്രകാരം ചീട്ട് വീഴുമ്പോൾ ആ ക്രമപ്രകാരം പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വല്ല ക്രമമുണ്ടോ? വല്ല ചിട്ടയൊക്കെ ഉണ്ടോ? സ്തോത്രം. ഇന്ന് രാത്രിയിൽ എല്ലാം മടങ്ങി വരട്ടെ. സ്തോത്രം. ദൈവം നമ്മളെ മാനിക്കും. അപ്പോഴാണ് ദൈവം അനുഗ്രഹിച്ചത്. ഈ ആത്മീക ക്രമീകരണം കൊണ്ടുവന്നപ്പോൾ ദൈവം യാക്കോബിനെ ദാവീദിനെ മാനിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലൊരു മടങ്ങി വരവ് ഉണ്ടാകട്ടെ. ദൈവം നമ്മളെ മാനിക്കും. 80-ാം സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? 8-ാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അവിടെ വായിക്കുന്നത്, ഇസ്രായേമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി ദൈവം കൊണ്ടുവന്നു. കണ്ടോ? ഞാൻ അവിടുത്തെ പദങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഒരു മുന്തിരിവള്ളി, ഒരു മുന്തിരിവള്ളി. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം മക്കളുണ്ടാകാത്തൊരു അബ്രാഹാം. മക്കളുണ്ടാകത്തൊന്നുമില്ല. ഒരു മുന്തിരിവള്ളി. ആ ഒരു മുന്തിരിവള്ളി കർത്താവ് എന്ത് ചെയ്തു? മുമ്പോട്ട് കൊണ്ടുവന്നു. ആ ഒരു മുന്തിരിവള്ളിയെ കർത്താവ് നട്ടു. സ്തോത്രം. പിന്നെ അതിന് വളവും ഒക്കെ കൊടുത്തു കേട്ടോ. കുറച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കാണുന്ന യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ അതൊരു തോട്ടമായി. അതൊരു തോട്ടമായി. ആ തോട്ടത്തെ കുറിച്ച് അവൾ എഴുതിയുള്ളൂ. ഉയർന്ന കുന്നിന്റെ മുകളിൽ ഒരു തോട്ടമായി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഇല്ല. എന്ന് പറഞ്ഞാൽ അതൊരു രാജ്യമായി. ഏതാ? ഒരു മുന്തിരിവള്ളി, ഒരു മനുഷ്യൻ. ആ മനുഷ്യന് മക്കളുണ്ടായി, അവർക്ക് മക്കളുണ്ടായി, അവർക്ക് മക്കളുണ്ടായി. അങ്ങനെ വന്ന് വന്ന് ഇന്നതൊരു തോട്ടമായി. അല്ലേ പറഞ്ഞേ? ഇന്നതൊരു രാജ്യമായി. അതാ വായിക്കുന്നത്. യെശയ്യാ 5-ാം അധ്യായത്തിൽ വായിക്കുന്നത്, എന്റെ പ്രിയതമൻ ഒരു തോട്ടമുണ്ടായിരുന്നു ഉയർന്ന കുന്നിന്റെ മുകളിൽ. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ലോകത്തിന്റെ ഏറ്റവും ഉയർച്ചയിൽ ദൈവം അവരെ വളർത്തി ഉയർത്തി വലിയൊരു തോട്ടമായി. ആ കാലഘട്ടം നോക്കിക്ക്, ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ് ശലോമോൻ. ആഫ്രിക്ക തുടങ്ങിയുള്ള ആൾക്കാർ ഇവിടെ കൊണ്ട് എന്ത് ചെയ്യും? കപ്പം കൊടുക്കും. അങ്ങനെ ദൈവം ആ ലോകത്തിന്റെ നടുവിൽ ഏറ്റവും വലിയ രാജ്യമായി ഇവരെ വളർത്തി. ഏറ്റവും വലിയ രാജ്യമായി. അതാ പറഞ്ഞ കുന്നിന്റെ മുകളില്. യെശയ്യാ 5-ാം അധ്യായം കണ്ടോ?
ഒന്ന് വായിച്ച ഞാൻ സിസ്റ്ററെ. എന്റെ പ്രിയതമന് അവന്റെ മുന്തിരിത്തോട്ടത്തെ കുറിച്ച് എന്റെ പ്രിയന്റെ പാട്ട് പാടും. എന്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ ഒരു കുന്നിന്മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക കണ്ടോ, മുന്തിരിവള്ളി ഇതിനെ ഒരു നട്ടു. വലിയ തോട്ടമാക്കി ദൈവം മാറ്റി. എന്നിട്ട് കർത്താവ് എന്ത് ചെയ്തു? വേലി കെട്ടി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ കാത്തു പരിപാലിച്ചു. ലോകത്തിൽ ആരും കയറി അതെ നശിപ്പിച്ച് കളയാതിരിക്കാൻ വേണ്ടി ആ തോട്ടത്തിന് വേലി കെട്ടിക്കൊടുത്തു, ആ തോട്ടത്തിന് വളമിട്ട് കൊടുത്തു, ആ തോട്ടത്തിന് വെള്ളം കൊടുത്തു, അതിനകത്തെ കല്ലുകളൊക്കെ പെറുക്കിക്കളഞ്ഞു. ഒറ്റ വാക്കി പറയാ, ജോലി തന്നു, നന്മ തന്നു, അനുഗ്രഹം തന്നു, എല്ലാ പ്രതികൂലങ്ങളും എടുത്തു മാറ്റി ഈ ബഹറിന്റെ പ്രദേശത്ത് നല്ലവണ്ണം വളർന്ന് ആമെ പന്തലിക്കത്തക്ക നിലയിൽ ആ പുള്ളി വെള്ളം ഒഴിച്ചു തന്നു. ആമേൻ, സ്തോത്രം. കല്ലെല്ലാം പുള്ളി പെറുക്കി കളഞ്ഞു. സ്തോത്രം പറഞ്ഞ് അങ്ങനെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ സാഹചര്യങ്ങൾ അക്ക വിട്ട് ദൈവം നമുക്ക് തുറന്നു തന്നു. ഹല്ലേലൂയ പറഞ്ഞ് കല്ല് പെറുക്കി കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വളരാൻ കഴിയാതിരുന്ന തടസ്സങ്ങളെല്ലാം പുള്ളി എടുത്തു കളഞ്ഞു. ജീവിതത്തിൽ വളർച്ച ഇല്ലാതിരുന്നപ്പോൾ വെള്ളം പുള്ളി ഒഴിച്ചു തന്നു, വളവിട്ട് തന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെയും ഇവിടുത്തെ നിയമങ്ങളെയും എല്ലാം അനുകൂലമാക്കി തന്ന് ഒരു വലിയ തോട്ടമായിട്ട് ഇസ്രായേൽ മാറി. ഇതുപോലെ ദൈവം ഇവിടെ വന്നപ്പോൾ ഒരു മുന്തിരിവള്ളി പോലെ ഒന്നുമില്ലാത്ത നമ്മളെ സ്തോത്രം പറഞ്ഞ് അനുകൂലമായ സാഹചര്യങ്ങൾ തുറന്നു തന്നെ കല്ല് പെറുക്കി കളഞ്ഞതുപോലെ തടസ്സങ്ങളെല്ലാം പെറുക്കി മാറ്റി ആമെ വേലി കെട്ടി. എന്തിനാ? പിശാച് കയറി തകർക്കരുത്, മനുഷ്യൻ തകർക്കരുത്, പ്രതികൂലങ്ങൾ ഒന്നും നമ്മളെ തകർത്ത് കളയരുത്. അങ്ങനെ വേലി കെട്ടി പരിപാലിക്കുന്നത് പോലെ ഈ ദേശത്ത് കർത്താവിന്റെ കാവല് നമുക്ക് തന്ന് നമ്മുടെ ജോലി പോകാതെ നന്മകളൊന്നും പോകാതെ ഇത്രത്തോളം ഈ ദേശത്ത് നിൽക്കത്തക്ക നിലയിൽ അവൻ നമ്മളെ പരിപാലിച്ചു. സ്തോത്രം. ആമേൻ. വായിച്ച 5-ാം അധ്യായം. അവൻ അതിന് വേലി കെട്ടി അതിലെ കല്ല് പെറുക്കി കളഞ്ഞു. അതിൽ നല്ല വക മുന്തിരിവള്ളി നട്ടു. നടുവിലൊരു ഗോപുരം പണിതു. ഒരു ചക്കുമിട്ട് മുന്തിരിങ്ങ കായ്ക്കുമെന്നവൻ കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ. കണ്ടോ, കാട്ടുമുന്തിരി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നല്ലവണ്ണം ആത്മീകമായി നമ്മൾ ഫലം കൊടുക്കാൻ നല്ലപോലെ ആരാധിക്കും, ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ എടുക്കും, പരിശുദ്ധാത്മാവിശ്യം ഒക്കെ പ്രാപിക്കും. അങ്ങനെ എല്ലാ ആത്മീക ഫലം കായ്ക്കുമെന്ന് ഓർത്ത് പുള്ളി കാത്തിരുന്നു. ഇവിടെ വഴിയും തുറന്നു തന്നു, വേലിയും കെട്ടി, ഇതിനകത്ത് വളവും ഇട്ട് തന്ന്, കല്ലും പെറുക്കി കളഞ്ഞ് എല്ലാ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവന്ന നമ്മളെ എത്തിച്ചിട്ട് പുള്ളി കാത്തിരുന്നു. പക്ഷെ നമ്മൾ കായ്ച്ചതോ ഉപവാസവും ഇല്ല, ആത്മാവും ഇല്ല, അഭിഷേകവും ഇല്ല, പ്രാർത്ഥനയില്ല, ഒന്നുമില്ലാതെ കാട്ടുമുന്തിരി. ഭാഷ നിർബന്ധിക്കുമ്പോ എന്നാ ഒന്ന് കൈയടിച്ചേക്കാം. ഭാഷ പറഞ്ഞതല്ലേ, സ്തോത്രം പറഞ്ഞേക്കാം. ഭാഷ പറഞ്ഞതുകൊണ്ടൊന്ന് കയ്യേ. ആത്മീക ഫലം കായ്ച്ച് ഈ തോട്ടത്തിനകത്ത് ദൈവത്തിന് പ്രയോജനപ്പെട്ടില്ലെങ്കിൽ പുള്ളിയെടുത്ത് ദൂരെക്കളയും. ഞാൻ പറഞ്ഞേക്കാം. ഹല്ലേലൂയ പറഞ്ഞേ. ആമേ. പുള്ളിക്ക് നമ്മുടെ പൈസയും കാര്യങ്ങളും ഒന്നുമല്ല. ആമേ. നമ്മൾ 10-20 ദിനാറ് കൊടുക്കുന്നതല്ല ഇവിടുത്തെ വിഷയം. കർത്താവ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത് നല്ല ഫലങ്ങളാണ്. നമ്മൾ ആത്മീക ഫലം കൊടുക്കാൻ വേണ്ടിയാണ് ഭൗതിക നന്മകളും അനുഗ്രഹങ്ങളും സാഹചര്യങ്ങളും ഒക്കെ തന്നെ നമ്മളെ ഇവിടെ നടത്തുന്നത്. സ്തോത്രം പറയും. ഇസ്രായേൽ എന്ത് ചെയ്തു? വിഗ്രഹാരാധനയാണ് അവര് നടത്തിയത്. നമുക്കറിയാലോ, ആഹാബിന്റെ ഒക്കെ കാലത്തും ഇസബേലിന്റെ ഒക്കെ കാലത്തും ഒക്കെ കാണിച്ച പരിപാടി അറിയാമല്ലോ. അവര് കാട്ടുമുന്തിരി കായ്ച്ചു. ഉടനെ കർത്താവ് എന്ത് ചെയ്യണം നോക്കിക്കേ. അടുത്തത്, ആകയാൽ യെരൂശലേം നിവാസികളും യഹൂദ പുരുഷന്മാരുമായുള്ളവരെ, എനിക്കും എന്റെ മുന്തിരിത്തോട്ടത്തിനും മധ്യേ വിധിപ്പീൻ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മതി. അതിന്റെ അടിയിൽ ഒരു വര ഇട്ടേ. അത് നിർബന്ധമായിട്ട് അടിയിൽ ഒരു വര ഇടണം. എന്താണെന്നറിയാമോ? കർത്താവിന്റെ ഒരു ചോദ്യമാണ്. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തതുപോലെ ഇനി എന്ത് ചെയ്യാനാ? ഇനി ആര് ചെയ്യും ഇങ്ങനെ? മനസ്സിലായില്ലേ? ഇല്ലേ? വിസ തന്നില്ലേ?
ജോലി തന്നില്ലേ? പിന്നെ രോഗം വരാൻ ഇത്രയും നാള് സൂക്ഷിച്ചില്ലേ? സ്തോത്രം പറഞ്ഞ് ഇത്രയും വർഷം ബഹറിലെ നന്മ അനുഭവിക്കാൻ ഇടയാക്കിയില്ലേ? ഇത്രയും വർഷം നമ്മളെ കാത്തില്ലേ? അപകടങ്ങളും അനർത്ഥങ്ങളും ഇല്ലാതെ പരിപാലിച്ചില്ലേ? ശത്രു തകർക്കാതെ നോക്കിയില്ലേ? പിശാച് തകർക്കാതെ നോക്കിയില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് ചെയ്യും കർത്താവ് ചോദിക്കുക? ഇങ്ങനെ ആര് ചെയ്യും? ഞാൻ ഇത്രത്തോളം എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തില്ലേ? ഇതിൽ കൂടുതൽ ആരാ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഒരു പോറല് പോലും വെക്കാതെ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തുന്നില്ലേ? സ്തോത്രം പറഞ്ഞ് വിസയുടെ കറക്റ്റ് ടൈമാകുമ്പോൾ വിസ അടിച്ചു പുള്ളി തരിക്കുന്നില്ലേ? സാഹചര്യം അനുകൂലമാക്കി തരുന്നില്ലേ? കുഞ്ഞുങ്ങളും ഭാര്യയൊക്കെ ആയിട്ട് കുടുംബമായിട്ട് സന്തോഷത്തോടെ ഇരിക്കാൻ ഇടയാക്കുന്നില്ലേ? ആരോഗ്യം തരുന്നില്ലേ? പുള്ളി ചോദിച്ചു കേട്ടോ, എന്റെ മുന്തിരി തോട്ടത്തിൽ ഇനി എന്താ ചെയ്യാനുള്ളത്? ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്തതുപോലെ ലോകത്തിൽ ഒരു മനുഷ്യനും ചെയ്യുകയില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവവൈദ്യനെന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്രയോ പ്രാവശ്യം മരണത്തിന്റെ സ്റ്റേജ്, അനർത്ഥങ്ങളെ, അപകടങ്ങളെ, ആപത്തുകളെ കൂടെ നിന്നവരുടെ ഭാര്യയൊക്കെ വന്നു. പക്ഷെ അവിടെയെല്ലാം സർവശക്തൻ നമ്മെ പരിപാലിച്ചില്ലേ? അവിടെയെല്ലാം ദൈവം നമ്മളെ കരുതിയില്ലേ? അതുകൊണ്ട് കർത്താവ് ഒരു ചോദ്യം, ഈ ഞാൻ എന്റെ തോട്ടത്തിന് ചെയ്തതുപോലെ ആര് ചെയ്യും? ആര് ചെയ്യും? ഇങ്ങനെ സ്തോത്രം പറഞ്ഞ് അവർക്ക് ഇഷ്ടമില്ലാതെ വന്ന എടുത്ത് ദൂരെ കളയല്ലേ? ആരാധന മുടക്കിയിട്ടും നമ്മളെ ഇവിടെ നിർത്തിയിട്ടില്ലേ? പ്രാർത്ഥന മുടക്കിയിട്ടും നിർത്തിയിട്ടില്ലേ? ആമേൻ ആമേൻ. ഇതുപോലെ ആര് ചെയ്യും? സ്തോത്രം. അടുത്ത ലൈൻ വായിച്ചേ. ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തിൽ ചെയ്തിട്ടുള്ളതല്ലാതെ ഇനി അതിൽ എന്ത് ചെയ്യുവാനുള്ളൂ? മുന്തിരിങ്ങ കായ്ക്കുമെന്ന് ഞാൻ കാത്തിരുന്നാറേ, അത് കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് എന്ത്? ആകയാൽ വരുവീൻ. കർത്താവ് ചോദിക്കുക, ഇതൊക്കെ തന്നു വായിന്ന് രണ്ട് സ്തോത്രം, നല്ല രണ്ട് അനുഗ്രഹത്തിന്റെ വാക്ക് വരുമെന്ന് ഓർത്തിട്ട് ഈ പിള്ള വായിന്ന് വന്നോണ്ടിരിക്കുന്നത് എന്തുവാ? കാട്ടുമുന്തിരിയാ വരുന്നത്. സ്തോത്രം. ദൈവത്തിന് ഒരു ഫലം കിട്ടുന്നില്ല. വാഗൊണ്ട് ഒരു രണ്ട് ഹല്ലേലൂയ പോലും പറയാൻ ഇത്രയും ഉപകാരം ചെയ്തിട്ടും തയ്യാറാകുന്നില്ല. ഞാൻ ചിലരെ കുറിച്ച് ഓർക്കുമായിരുന്നു. ഒന്നുമില്ലാതെ കണ്ട് നമ്മൾ തകർന്നിരുന്ന സ്ഥാനത്തുനിന്ന് ഈ വഴികളെല്ലാം തുറന്ന് തന്ന് ഇവിടെ നടത്തിയപ്പോൾ ദൈവത്തെ ഉറക്ക സ്തുതിക്കട്ടെ. കർത്താവ് പറയാണ്, അവന്റെ വായിന്ന് വരുന്നതെല്ലാം കാട്ടുമുന്തിരി. അവന്റെ വായിന്ന് വരുന്നതെല്ലാം കാട്ടുമുന്തിരി. കർത്താവ് കാത്തിരിക്കുക. വഴി വിസയൊക്കെ തന്നെ ജോലിയൊക്കെ തന്നേച്ച് ഇവിടെ വന്ന് രണ്ട് സ്തോത്രം പറയുന്നിടത്ത് പുള്ളി നോക്കിയിരിക്കുമ്പം വെള്ളിയാഴ്ച ദിവസം കറങ്ങി ഇങ്ങനെ നടക്കുക. സ്തോത്രം വേണമെന്നല്ല, ഈ തന്ന പുള്ളിക്ക് ഒരു ഫലവും തിരിച്ചേ. ഇത് കേട്ടു. അടുത്ത കാര്യം വായിരേ. ആകയാൽ വരുവീൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടത്തോട് എന്ത് ചെയ്യുമെന്ന് നിങ്ങളോട് അറിയിക്കാം. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നു പോകും. ഞാൻ അതിന്റെ മതിലിടിച്ചു കളയും. കർത്താവ് പറഞ്ഞു കേട്ടോ, എന്റെ സാന്നിധ്യം ഞാൻ പുറകോട്ട് എടുക്കുക. ഇത്രയും നാള് ഞാൻ അവിടെ ഒരു വേലി കെട്ടിയിരുന്നു. സ്തോത്രം. അവിടെ എന്തിരുന്നു? ഞാൻ വേലി കെട്ടിയിരുന്നു. ഞാൻ ഇന്ന് ആ വേലി പൊളിച്ചെടുക്കുക. ഞാൻ വെള്ളം കൊടുത്ത് ഞാൻ എന്തുകൊണ്ട് വെള്ളം കൊടുക്കുക നിർത്തുക. സ്തോത്രം. ഞാൻ അതിനകത്തെ കല്ലൊക്കെ പെറുക്കി. ഇനി ഞാൻ മേലെ കല്ലുകളൊന്നും, സ്തോത്രം പറഞ്ഞ് ദൈവവൈദ്യനെ ഇത്രത്തോളം പിടിച്ചു നിന്നത് കർത്താവിന്റെ സാന്നിധ്യം നിന്നോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതിന് മറന്നുപോലെ കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ തോട്ടത്തോട് ചെയ്യാൻ പോണത് നിങ്ങൾ കണ്ടു. ഇത്രയും നാൾ ഈ തോട്ടം ഇവിടെ ഉയർന്ന കുന്നിന്റെ മുകളില് ഇതിങ്ങനെ പൊങ്ങി നിന്നതിന്റെ കാര്യം എന്നാന്നറിയാവോ? ഞാൻ അതിനൊരു വേലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ പണ്ടേ അടിച്ച് തകർത്ത് കളഞ്ഞേന്. സ്തോത്രം പറയും. ഇസ്രായേലിന്റെ മിടുക്കല്ല, ഇസ്രായേലിന്റെ കരുത്തല്ല, ദൈവത്തിന്റെ കാവല് കൊണ്ടാണ് വിടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ബഹറിൽ ഇപ്പോഴും നിൽക്കുന്നത് നമ്മുടെ മിടുക്കല്ല, സർവശക്തന്റെ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അതിന് വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ വാക്യം വീണ്ടും വായിച്ചേ. ഞാൻ അതിന്റെ വേലി പൊളിച്ചു കളയും, അത് തിന്നു പോകും. ഞാൻ അതിന്റെ മതിൽ ഇടിച്ചു കളയും, അത് ചവിട്ടി മെതിച്ചു പോകും. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല. കർത്താവ് പറഞ്ഞു കേട്ടോ, എന്റെ സാന്നിധ്യം എല്ലാം അവസാനിപ്പിക്കുക. ഞാൻ അതിന് മതിൽ കിട്ടുള്ളൂ. ഇനി എന്റെ മതിൽ ഇനി അതിന്റെ ചുറ്റും എന്റെ മതിൽ കാണരുത്, ഞാൻ ഇടിച്ചു കളയുക. ഇനി ഞാനതിന് വേലി കെട്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയുന്നു, ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ ദൈവ സാന്നിധ്യം പുറകോട്ട് വലിക്കും. ഹല്ലേലൂയ പറഞ്ഞ് കാട്ടുമുന്തിരി തന്നെ കായ്ച്ചോണ്ടിരുന്നാൽ ദൈവം ഇതില് പൊറുതി മുട്ടുമ്പോൾ സർവശക്തനായി തന്റെ സാന്നിധ്യം
തിരിച്ചെടുത്ത് കളയും. ഹല്ലേലൂയ. തിരിച്ചെടുത്ത് കളഞ്ഞാലുണ്ടല്ലോ ഒറ്റ മണിക്കൂർ വേണ്ട പിശാചിന് നമ്മെ തകർത്ത് കളയാൻ. ആമേൻ. ആമേ, ഒരു സ്തോത്രം. സെക്കൻഡ് വേണ്ട നമ്മുടെ എല്ലാം തകർന്ന് തരിപ്പണമാകുവാൻ. ഇവിടെ കർത്താവ് പറയാ, കാട്ടുമുന്തിരി കായ്ക്കുക വർഷങ്ങളോളം നോക്കി നോക്കിയിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ നല്ല സ്തോത്രം. നിലയിൽ ഒരു ആത്മീക ഫലം കൊടുക്കുന്ന ആരാധനയ്ക്ക് വേണ്ടി നമ്മുടെ വായിൽ നിന്ന് ആത്മീക ഫലം വരുന്നത് കാത്തിരിക്കുകയാ. നമ്മളിങ്ങനെ ആത്മീക ഫലമൊന്നും കൊടുക്കാതെ ഇങ്ങനെ തിന്നേച്ച് 1000-400 ശമ്പളമൊക്കെ മേടിക്കാൻ വഴി തുറന്നു തന്നപ്പോ തീറ്റി കഴിഞ്ഞിച്ച് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോ ഓർത്തോണം, ഈ സാന്നിധ്യം പുള്ളി പുറകോട്ട് വലിക്കുവേ, ഇത് ഹല്ലേലൂയ. പുറകോട്ട് സ്തോത്രം. വലിക്കുവേ, ഇത് പുറകോട്ടെടുക്കുവേ. കർത്താവ് അവസാനം പറഞ്ഞു, മതില് ഞാൻ പൊളിക്കും, മതില് ഞാൻ പൊളിക്കും, വേലി ഞാൻ പൊളിക്കും, ഇനി അതിന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കത്തില്ല, ഇനി ഞാൻ കല്ല് പെറുക്കത്തില്ല. ദൈവ സാന്നിധ്യം പുറകോട്ട് വലിച്ചു. അതിന്റെ സ്ഥിതി എന്തായാലും ആമേൻ. നോക്കിക്കേ, സ്തോത്രം. വായിച്ചേ. ഞാൻ അതിനെ ശൂന്യമാക്കും, അത് വള്ളിത്തല മുറിക്കാതെയും കിളയ്ക്കാതെയും ഇരിക്കും, പറക്കാരെയും മുള്ളും അതിൽ മുളയ്ക്കും. കണ്ടോ, കർത്താവ് പറഞ്ഞ കേട്ടോ, അത് ശൂന്യമായി പോകും. ഉയർന്ന കുന്നിന്റെ മുകളിൽ ലോകത്ത് വലിയൊരു രാജ്യമായി ഇരിക്കുക. ഇപ്പൊ കർത്താവ് പറഞ്ഞ കേട്ടോ, ഞാൻ എന്റെ വേലി പുറകോട്ടെടുക്കുക കേട്ടോ, എന്റെ മതിൽ പൊളിക്കുക, അത് ശൂന്യമായി പോകും. അങ്ങനെയാണ് ഇസ്രായേൽ ബാബിലോണിൽ അടിമയായത്. സ്വത്രം പറഞ്ഞ് അവരെ പിടിച്ചു കൊണ്ടുപോയി 70 വർഷം അവിടെ അടിമരുഗത്തിൽ കിടന്നു. കണ്ടോ, ഉയർന്ന കുന്നിന്റെ മുകളിൽ ഏറ്റവും വലിയ രാജാവായ ശലോമോനെയും കോടിക്കണക്കിന് സമ്പത്തുമുള്ള ഒരു രാജ്യമായി ദൈവം അതിനെ ഉയർത്തിയപ്പോൾ വിഗ്രഹാരാധന, കാട്ടുമുന്തിരി കായ്ച്ചു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ദൈവം ജോലി തന്ന് മാനിക്കുമ്പോൾ, ആരോഗ്യം തന്ന് മാനിക്കുമ്പോൾ, ഇത്രത്തോളം നന്മകൾ തന്ന് മാനിക്കുമ്പോൾ, ആ മാനിക്കുന്ന ദൈവത്തിന് പൈസയേക്കാൾ ഉപരി ആത്മീക ഫലം കായ്ക്കണം കേട്ടോ. ഇന്ന് എല്ലാം മാറ്റിവെച്ചിട്ട് ആ ദൈവത്തിന് വാ തുറന്ന് 2 ഹല്ലേലൂയായാലും രാത്രി നമ്മൾ പറയണം. ഹല്ലേലൂയ പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഈ സാന്നിധ്യം പുറകോട്ട് വലിക്കും. കാട്ടുമുന്തിരി കായ്ക്കാൻ ദൈവം തന്റെ അനുഗ്രഹം കൊടുക്കത്തില്ല. ആദ്യത്തെ വർഷമൊക്കെ ക്ഷമിക്കും അല്ലേ? അവിടെ എങ്ങനെ ഒരു മനുഷ്യൻ ഒരത്തി വൃക്ഷം നട്ടു മുന്തിരിത്തോട്ടത്തിൽ. ബാക്കി അറിയാവോ? ഒരു 25 വർഷം ഞാൻ പ്രസംഗിച്ച വായനവാ. പിന്നെ അത് എവിടെയാന്ന് അറിയത്തില്ല അല്ലേ? ലൂക്കോസ് 12-ലല്ലേ, 8-ാമത്തെ വാക്യത്തിലല്ലേ? സ്തോത്രം. നിങ്ങളെപ്പോലെ മാത്രമേ ഞാനും ബൈബിള് വായിക്കുന്നുള്ളൂ. നിങ്ങളായിരിക്കും തോന്നുന്നു കൂടുതൽ വായിക്കുന്നത്. അതോ 13-8-ലാണോ അതോ 12-8-ലാണോ? 12-8 വായിച്ചു. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. വചനം പറയുന്നതിന് മുമ്പേ ഞാൻ ചോദിക്കുന്നു, ഈ വചനം ഏറ്റെടുക്കണം കേട്ടോ. ഓക്കെ, അതിന്റെ 1-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. അവൻ ഈ ഉപമയും പറഞ്ഞ്, ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അത് വളരെ ശ്രദ്ധിക്കണം, അതിനാ വായിക്കാൻ പറയാം. ഈ അത്തിവൃക്ഷം കിളുത്തതല്ല, നട്ടതാ. നട്ട സ്ഥലം കണ്ടോ? എവിടെയാ? മുന്തിരിക്കകത്ത്. അതാ പഠിക്കേണ്ടത്. അത്തി ഒരിക്കലും മുന്തിരിക്കകത്ത് കൊണ്ട് നടത്തില്ല. അത്തി എന്ന് പറയുന്നത് എവിടെയെങ്കിലും പുറമ്പോക്കിലോ റോഡ് സൈഡിലോ ഒക്കെയാണ് അത്തി. എന്നാൽ ഈ ഒരു മനുഷ്യൻ ഈ അത്തിമരം ഏതാണ്ട് പുറമ്പോക്കി കിടന്നത് ആമെ പറിച്ചോണ്ട് വന്ന് അതിന് എവിടെ കൊണ്ട് നട്ടു? അത്തിയെ മുന്തിരിയുടെ അകത്ത്. സ്തോത്രം പറഞ്ഞ്, ഈ മുന്തിരിയുടെ അകത്ത് നല്ല തണുപ്പുണ്ട്, മുന്തിരിക്കകത്ത് ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അവിടെ ഇഷ്ടം പോലെ വളമുണ്ട്. അങ്ങനെ ഇതിന് ഒരിക്കലും ഇതിനകത്ത് നിൽക്കാനുള്ള യോഗ്യതയില്ല. മുന്തിരിത്തോട്ടത്തിൽ നിൽക്കേണ്ടത് മുന്തിരിയാണ്.
അവിടെ അത്തി ആരും കൊണ്ട് നടത്തില്ല. പക്ഷെ യോഗ്യത ഇല്ലാതിരുന്നിട്ടും ഇയാൾ ഇതിനെ കൊണ്ട് എന്ത് ചെയ്തു? പറിച്ച് അവിടെ കൊണ്ടുവന്ന് നട്ടു. സ്തോത്രം. അപ്പൊ പുള്ളി വിചാരിച്ചെന്നറിയാവോ? ഫലം കായ്ക്കും. ഈ അത്തി മുന്തിരിക്കിടുന്ന വളം വലിച്ചെടുക്കുന്നു, അതിൻ്റെ വെള്ളം വലിച്ചെടുക്കുന്നു, അതിൻ്റെ തണുപ്പ് വലിച്ചെടുക്കുന്നു, അതിൻ്റെ വളം വലിച്ചെടുത്ത് ഇതങ്ങ് വളരുകയാണ്. എല്ലാം മനസ്സിലായോ? മുന്തിരിത്തോട്ടത്തിലെ അത്തി നടാൻ പറ്റുകയില്ല. അതിന് എന്റെ ചരിത്രം ഒന്ന് പറ, ഇങ്ങോട്ട് നോക്ക്, എല്ലാവരും ഇങ്ങോട്ട് നോക്കിക്കോ, എന്നാലും ഈ ചരിത്രം പറയാനൊക്കത്തുള്ളൂ, മുഖം കൂടെ ഒക്കെ കാണും എനിക്ക്. അമ്മേ, അത്തി കണ്ടിട്ടുണ്ടോ? ഇല്ല. മുന്തിരി നടുന്നത് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും തടവെടുക്കും. എന്നിട്ട് മുന്തിരി വള്ളി കുഴിച്ചു വെച്ചിട്ട് ആ മുന്തിരി വള്ളിയുടെ ചോട്ടിൽ നിന്ന് കമ്പ് നാട്ടും. ആ കമ്പേ കൂടി ഇതിങ്ങനെ ചുറ്റി പന്തലിൽ കയറി കായ്ക്കും. അങ്ങനെയാണ് മുന്തിരി നടുന്നത്. അപ്പം ഒരു മുന്തിരി നട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരടിക്ക് അപ്പുറത്തോട്ട് അല്ലെ 1.5 അടി അപ്പുറത്ത് അടുത്ത മുന്തിരി നടും. അത്തി അവിടെ നടാനൊക്കത്തില്ല. കാരണം ഒരു മുന്തിരിയുടെ കഴിഞ്ഞാല് 1.5 അടി അപ്പുറത്ത് അടുത്ത മുന്തിരി. അത്തി നടുകയാണെങ്കിൽ ഒരു 5-10 മീറ്റർ സ്ഥലം വേണം ഇത് വളരാനും. അപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു 10-50 മൂട് മുന്തിരി പറിച്ചു മാറ്റാതെ ഇത് നടാനൊക്കത്തില്ല. സ്തോത്രം. കാരണം ഇതിന് സ്ഥലം ഒത്തിരി വേണം. ഇപ്പൊ ഇതിന് 2 സൈഡിലോട്ടും ശിഖരം പോകാനും കായ്ക്കാനും ഒക്കെ സ്ഥലം വേണം. അങ്ങനെ ഈ മനുഷ്യനെ ഒരു 50 മൂട് മുന്തിരി പറിച്ചു മാറ്റിയിട്ടാണ് ഇതിന് സ്ഥലം കൊടുത്തത്. ഒരു മൂട് മുന്തിരി എന്ന് എത്ര കിലോ കിട്ടും? ഇസ്രായേലിലെ കണക്കറിയാം. സംഖ്യാപുസ്തകത്തിൽ കിടപ്പുണ്ട്. താഴ്വരയുടെ പേര് എസ്കോർ താഴ്വര. എസ്കോർ താഴ്വരയിൽ നിന്ന് 2 പേരാണ് ഒരു മുന്തിരിക്കൊല ചുമക്കുന്നത്. അപ്പൊ എത്ര കിലോ കാണും ബ്രദറെ? നമുക്കൊന്നും വേണ്ട, നമുക്കൊരു 10 കിലോ കൂട്ടാം. 50 മൂട് മുന്തിരിയെന്ന് 10 കിലോ കൂട്ടിയാൽ 500 കിലോ കിട്ടത്തില്ലേ? ആ 500 കിലോ നഷ്ടപ്പെടുത്തിയിട്ടാണ് ഇത് എന്ത് കൊടുത്തത്? ആ 500 കിലോ കിട്ടേണ്ട മുന്തിരി പറിച്ചു മാറ്റിയിട്ട് ഇതിന് സ്ഥാനം കൊടുത്തു. എന്നിട്ട് ഒരു കാപോലും ഇതെന്ത് ചെയ്തില്ല. കണ്ടോ? ആ മുന്തിരി അവിടെ നിന്നിരുന്നെങ്കിൽ 500 കിലോ ആർക്ക് കിട്ടിയനെ? ഉടമസ്ഥന് കിട്ടും. 1-ാം വർഷത്തെ 500 പോയി, 2-ാം വർഷത്തെ പോയി. അതുകൊണ്ട് ഇന്ന് രാത്രി ഓർത്തോണം, നമുക്ക് തന്ന സ്റ്റേജ്, നമുക്ക് തന്ന പ്ലേസ് വേറെ ആർക്കേലും കൊടുത്തിരുന്നെങ്കിൽ ഒടേ തമ്പുരാൻ എന്ത് കിട്ടിയനെ? സ്വത്രം. ആമേ, ആമേ. ചുരുക്കി പറയാ, ഇവിടുത്തെ അറബിയെ പറിച്ചങ്ങോട്ട് മാറ്റിയിട്ട് ആ കസേര നിനക്ക് തന്നു. ആമേ. അവരുണ്ടാക്കിയ കമ്പനിയിൽ, അവരുടെ പിതാക്കന്മാരധ്വാനിച്ച കമ്പനിയിൽ ആ കസേരയെ നമുക്ക് തന്നു. അവരെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ മുന്തിരി പറിച്ചു മാറ്റിയിട്ട് അവിടെ നിൽക്കാൻ യോഗ്യതയില്ലാത്ത നമുക്ക് ആ സീറ്റ് തന്നപ്പോൾ അവിടെ ഇരുന്ന് 10-400 10-200 ഒക്കെ മേടിക്കുമ്പോൾ ഈ തന്ന പുള്ളിക്കൊരു ഫലം കൊടുക്കണ്ടേ? ഇത് തിരിച്ച് കായ്ക്കണ്ടേ? സ്തോത്രം പറ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്തോത്രം. ആമേ. ഇവിടെ ഉടമസ്ഥൻ പറയാ, ആ പറഞ്ഞ പദം കണ്ടോ? മുന്തിരി കായ്ക്കാത്തതില് പുള്ളിക്ക് വിഷമമില്ല. ആമേ. പുള്ളി കായ്ക്കാത്തതിലല്ല പുള്ളി ഇത് വെട്ടിക്കളയാൻ പോണെ. ആ പറഞ്ഞ പദം സിസ്റ്റർ വായിച്ചായിരുന്നോ? നിഷ്ഫലമാക്കുന്നു നിലത്തെ. ഈ നിലം ഞാൻ വേറെ ആർക്കേലും കൊടുത്താൽ എനിക്ക് എന്ത് കിട്ടും? 50 മൂട് മുന്തിരി വെക്കാവുന്ന സ്ഥലം ഞാൻ ഈ അത്തിക്ക് കൊടുത്തു. അത് വെറുതെ പ്രയോജനമില്ലാതെ പോയി. സ്വത്രം. ദൈവമക്കളെ, നമ്മൾ ഒരു കാര്യം ഓർക്കണം. നമുക്ക് തന്ന അനുഗ്രഹത്തിൽ ദൈവം വേറെ ആരെയും കയറ്റി ഇരുത്തിയിരുന്നെങ്കിൽ കള്ളു കുടിച്ചിട്ടേ സ്വത്രവും പറഞ്ഞേനെ. ഏതാ വാറായിട്ടേലും ദൈവമേ എനിക്ക് തന്നേനായി നന്ദിയത് അല്ലേ? ഞങ്ങളുടെ കമ്പനിയിലുണ്ട്. കള്ളു ചെല്ലുമ്പോഴത്ത് കർത്താവ് എനിക്ക് കമ്പനി ജോലി തന്നേനായി നന്ദി. കള്ളു കുടിക്കാൻ പറ്റില്ല. അതാ, അതുപോലെ നമ്മൾ പറയില്ല. സ്തോത്രം പറ. ഓർക്കണം, അറബിയെ പറിച്ചു മാറ്റിയിട്ട് ആ സ്ഥാനത്ത് നമ്മളെ കൊണ്ടിരുത്തി. ഫലം കായ്ക്കണ്ടേ? 3-ാമത്തെ വർഷം പറഞ്ഞു, ഇനി ഞാൻ വെട്ടി ദൂരക്കളയും.
കാരണം എനിക്ക് 50 മൂട് മുന്തിരി മറിച്ചിട്ടാണ് ഈ സ്ഥലം കൊടുത്തത്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർക്കുന്നു, നമ്മൾ അനുഭവിക്കുന്ന നന്മകൾ ഇവിടുത്തെ അറബിയുടേതാണ്. അവനെ എടുത്തു മാറ്റിയിട്ടാണ് അവരുടെ പിതാക്കന്മാര് സ്ഥാപിച്ച കമ്പനിയിലെ നമ്മൾ മാനേജരായിട്ടിരിക്കുന്നത്. സ്വത്രം പറയും. അവരുടെ പിതാക്കന്മാർ സ്ഥാപിച്ച പല പ്രസ്ഥാനത്തിലും നമ്മളാണ് ജോലി ചെയ്യുന്നത്. നമ്മൾ സാലറി മേടിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പിതാക്കന്മാർ ആരും ഇവിടെ ഒന്ന് കമ്പനിയൊന്നും സ്ഥാപിച്ചിട്ടില്ല. അവരാരും വന്ന് ഇവിടെ ഫ്ലാറ്റ് പണിതിട്ടില്ല. അവരാരും വന്ന് ഇവിടെ പച്ചക്കറി നട്ടിട്ടില്ല. അവരാരും വന്ന് ഇവിടെ ഒരു കൃഷിയും ചെയ്തിട്ടില്ല. ഇത് ആരൊക്കെയോ എവിടെയൊക്കെയോ ചെയ്തത് കൊണ്ടുവന്ന നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നന്ദി പറയണ്ടേ? നമ്മൾ നന്ദി പറയണ്ടേ? നമ്മൾ ഫലം കായ്ക്കണ്ടേ? സ്തോത്രം പറഞ്ഞ് അത്തിവൃക്ഷം പുറമ്പോക്കി കടന്ന അത്തിയ ആമേൻ ആമേൻ അവിടെ നിന്ന് പറിച്ചോണ്ട് വന്ന് ഒരു നല്ല സ്ഥാനം കൊടുത്തപ്പോൾ അതിന്റെ ഉടമസ്ഥന് വേണ്ടി ഒരു ഫലവേലും കഴിക്കണ്ടേ? ഞാൻ ഓർക്കുകയായിരുന്നു, ചിലരൊക്കെ ജോലിയില്ലാതെ കണ്ട് ഇതിലെ വരണ്ട് നടന്ന് വെയിലും ഒക്കെ കൊണ്ട് നടന്നോടത്തുനിന്ന് ദൈവം അവരെ വിളിച്ചോണ്ട് വന്ന് നല്ല നല്ല സ്ഥാനത്ത് കയറ്റി ഇരുത്തി അവർക്ക് നല്ല സൗകര്യമൊക്കെ ആയപ്പോ ദൈവവും വേണ്ട, പ്രാർത്ഥനയും വേണ്ട. അപ്പൊ പിന്നെ എന്ത് ചെയ്യാന്നറിയോ? പാർട്ടിയാണ്. വെള്ളിയാഴ്ച ദിവസം ഇങ്ങനെ പാർട്ടി, ടൂർ പോകുക. ആമേ, ഞാൻ ഒരിക്കൽ പാർട്ടിക്കാരോട് പറഞ്ഞു, മുടിയമ്പുത്രം പാർട്ടി നടത്തി അവസാനം ചെന്ന് കയറിയത് പന്നിക്കൂട്ടില. ഓർത്തോളം, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പാർട്ടിയും പോക്കും ആമേ യാത്രകളും എല്ലാം നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് വളരെ പരാജയത്തിലായിരിക്കും. ആമേൻ ആമേൻ ആമേൻ. അവൻ അതാ പറഞ്ഞത്, ഉള്ളതെല്ലാം ചെലവായി. എങ്ങനെ ചെലവായി? ബിസിനസ് ചെയ്തതല്ല, പാർട്ടി നടത്തിയതാ. കൂടെ ധൂർത്ത് പുത്രൻ അവിടെ എഴുതിയേക്കുന്നത്, ധൂർത്തടി. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഓർക്കട്ടെ, ആരാധന ആരും ഉപേക്ഷയായി വിചാരിക്കരുത്. സമയങ്ങൾ തീർന്നു പോകുന്നു. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി കേട്ട വചനത്തിന്റെ മുമ്പിൽ നമുക്ക് എല്ലാവർക്കും സമർപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ നിൽക്കുന്നതിന്റെ കാര്യം എന്താ? ഇന്ന് എന്തുകൊണ്ട് ഇവിടെ ജോലി ചെയ്യുന്നു? എന്തുകൊണ്ട് സാലറി മേടിക്കുന്നു? അതൊക്കെ നമ്മൾ ചിന്തിച്ച് എന്തുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? ആമേൻ ആമേൻ. ദൈവ സാന്നിധ്യമുള്ളത് കൊണ്ട്. ദൈവം എന്ത് ചെയ്തു? കർത്താവ് മുന്തിരിത്തോട്ടത്തിന് വേലി കെട്ടിയില്ലെങ്കിൽ ആമേൻ ആമേൻ അത് ആ തോട്ടം നിലനിൽക്കുവോ? കർത്താവ് മതില് പൊളിച്ചാൽ അത് തകർന്നു പോകില്ലേ? ഓർത്തോളുക, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജോലിയിലും ഭവനത്തിലും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നന്നായി ചിന്തിക്കണം ഈ രാത്രിയിൽ കേട്ടോ. കർത്താവ് പറയാണ്, എന്റെ സാന്നിധ്യം ഞാൻ പിൻവലിക്കും, വേലി ഞാൻ പൊളിക്കും. അതുകൊണ്ട് ദൈവമക്കൾ ഇന്ന് രാത്രി ശക്തമായി ആരാധിക്കണം. ആമേൻ. സോന ഇങ്ങോട്ട് കയറിയിരുന്നേ.